നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ AC ഷോബി. പ്രധാന വാർത്തകൾ. ചമ്പക്കുളം ഗ്രാമം കൈകോർക്കുന്നു 3 ജീവനുകൾക്കായി. ചമ്പക്കുളം ജീവൻ രക്ഷാ സമിതിയുടെ ധനസമാഹരണം ഞായറാഴ്ച രാവിലെ 9 മുതൽ ലക്ഷ്യം 15 ലക്ഷത്തോളം രൂപ. പരാക്രമം വാഹനങ്ങളോടും. RSS നേതാക്കളുടെ വാഹനങ്ങൾ അഗ്നിക്കിരയാക്കിയതിൽ വ്യാപക പ്രതിഷേധം. പാടത്ത് പണിക്ക് വരമ്പത്ത് കൂലി. നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ കർഷകർക്ക് PRS നൽകുമെന്ന് പാടി മാർക്കറ്റിംഗ് ഓഫീസർ. വാർത്തകൾ വിശദമായി. ചമ്പക്കുളം ജീവൻ രക്ഷാ സമിതി ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ധനസമാഹരണം നടത്തും. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഗൃഹനാഥന്മാരായ 3 യുവാക്കളുടെ തുടർ ചികിത്സയ്ക്കാവശ്യമായ പണം കണ്ടെത്തുന്നതിനെയാണ് ധനസമാഹരണം നടത്തുന്നത്. ഒരു ഗ്രാമം ഒന്നിക്കുന്നു, ഒരേ മനസ്സോടെ, ഒരേ പ്രാർത്ഥനയോടെ. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ 3 കുടുംബങ്ങളുടെ ആശ്രയങ്ങളായ 3 യുവാക്കളുടെ ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ പണം കണ്ടെത്തുന്നതിനായാണ് ചമ്പക്കുളം ഗ്രാമം ഒന്നിക്കുന്നത്. ഒക്ടോബർ 5 ഞായറാഴ്ച ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിന് ചരിത്ര നിയോഗമാണ്. പണമില്ലാത്തതിന്റെ പേരിൽ 3 വിലപ്പെട്ട ജീവനുകളെ മരണം കവർന്നെടുക്കാതെ കാത്തുരക്ഷിക്കുന്നതിനുള്ള ചരിത്ര നിയോഗം. കണ്ടങ്കരി ചങ്ങലംപറമ്പ് വീട്ടിൽ രാജുമോന്റെയും കിഴക്കേടം വീട്ടിൽ മനോജിന്റെയും കൊല്ലമ്മാര് പറമ്പിൽ അനിൽകുമാറിന്റെയും തുടർ ജീവിതം ചമ്പക്കുളം ഗ്രാമനിവാസികളുടെ കാരുണ്യത്തിലും പ്രാർത്ഥനയിലുമാണ്. ഓരോ കുടുംബത്തിന്റെയും നെടുന്തൂണുകളായ ഈ ഗൃഹനാഥന്മാരെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കേണ്ട ചുമതലയും ഉത്തരവാദിത്വവും ഈ ഗ്രാമം കൃത്യതയോടെ നിറവേറ്റുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം ചികിത്സിക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ ഈ കുടുംബങ്ങൾ കണ്ണീരുണങ്ങാതെ കഴിയുമ്പോൾ സഹജീവികളായ നമുക്ക് കാഴ്ചക്കാരായി മാറി നിൽക്കാനാവില്ലല്ലോ. ഇവരുടെ മക്കൾക്ക് അച്ഛനെയും അമ്മമാർക്ക് മക്കളെയും ഭാര്യമാർക്ക് അവരുടെ ഭർത്താക്കന്മാരെയും പൂർണ്ണ ആരോഗ്യവാന്മാരായി തിരികെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പോലെ നിങ്ങൾ നൽകുന്ന പണത്തിന്റെ മൂല്യം വാക്കുകൾക്ക് അതീതമാണ്. വിലമതിക്കാനാവാത്ത 3 ജീവനുകളാണ് നിങ്ങളിലൂടെ സംരക്ഷിക്കപ്പെടുന്നത്. ചമ്പക്കുളവും പുല്ലങ്കടിയും കണ്ടങ്കരിയും അമിച്ചകരിയും ആറ്റുവാത്തലയും മങ്കൊമ്പും നെടുമുടിയും തെക്കേക്കരയും പുന്നക്കുന്നശ്ശേരിയും ഒന്നാങ്കരയും ഞായറാഴ്ച തങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചമ്പക്കുളം ജീവൻ രക്ഷാ സമിതിയും ഈ കുടുംബങ്ങൾ. കൊടിക്കുന്നിൽ സുരേഷ് MP, തോമസ് ആൻഡി MLA എന്നിവർ മുഖ്യ രക്ഷാധികാരികളും ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസി ജോജി ചെയർപേഴ്സണായും രൂപീകരിച്ചിരിക്കുന്ന ചമ്പക്കുളം ജീവൻ രക്ഷാ സമിതിയുടെ വൈസ് ചെയർമാൻ ജോപ്പൻ ജോയി വാരിക്കാടും ടൂറിസം രംഗത്തെ പ്രമുഖ വ്യക്തിത്വമായ K കവിരാജൻ കൊല്ലംപറമ്പിൽ ജനറൽ കൺവീനറുമാണ്. ഈ സമിതി കഴിഞ്ഞ 1.5 മാസക്കാലമായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു വരികയുമാണ്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും കൺവെൻഷനുകൾ ചേർന്ന് വാർഡ് മെമ്പർമാർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ആരോഗ്യ ആശാ വർക്കർമാർ, അങ്കണവാടി കുടുംബശ്രീ ജീവനക്കാർ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവരും ജീവൻ രക്ഷാ സമിതിയുടെ സജീവ പ്രവർത്തകരാണ്. ഈ 3 ജീവനുകളെ രക്ഷിക്കുവാൻ ചമ്പക്കുളം ഗ്രാമം ഞായറാഴ്ച ഒന്നിച്ച് അണിചേരും. ന്യൂസ് ഡെസ്ക് KCV. വീട്ടുമുറ്റത്ത് കിടന്ന വാഹനങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. RSS കൈനഗരി മണ്ഡലം ശാരീരിക് പ്രമുഖ് മുരളീധര പണിക്കരുടെ വീട്ടുമുറ്റത്ത് കിടന്ന വാഹനങ്ങളാണ് സാമൂഹ്യവിരുദ്ധർ അഗ്നിക്ക് ഇരയാക്കിയത്. വെള്ളിയാഴ്ച 12:30ഓടെയാണ് സംഭവം. RSS കൈനഗരി നെടുമുടി മണ്ഡലങ്ങളുടെ നേതൃത്വത്തിൽ കൈനഗരിയിൽ വിജയദശമി ദിനമായ വെള്ളിയാഴ്ച റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഇതിനുശേഷമാണ് മുരളീധര പണിക്കരുടെ ഓട്ടോറിക്ഷയും RSS കുട്ടനാട് താലൂക്ക് പ്രചാരകന്റെ ബൈക്കും അഗ്നിക്കിരയാക്കിയത്. വീടിനുള്ളിൽ ചൂടനുഭവപ്പെട്ട് എഴുന്നേറ്റപ്പോഴാണ് വാഹനം കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടെന്ന് മുരളീധര പണിക്കർ പറഞ്ഞു. ഒരു 9 മണിയോട് കൂടി ഞങ്ങൾ വിജയദശമിയുടെ പരിപാടി പഥസഞ്ചലനം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഞാനും പ്രചാരകമായിട്ട് വീട്ടിലേക്ക് വരികയാണ്. അന്ന് ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ വണ്ടി കൊണ്ട് കയറ്റിയതാണ്. ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വണ്ടി എടുത്തിട്ടില്ല. വണ്ടി എൻ്റെ വീടിൻ്റെ ഷെഡിനകത്ത് ഇട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞത്തിന് പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രചാരകമായിട്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് 10:10:45 കിടന്നു കഴിഞ്ഞപ്പോൾ ഒരു 12 മണി 12:30 ഇടയ്ക്കായിട്ട് പെട്ടെന്ന് പ്രചാരകൻ ചേട്ടൻ്റെ ഒച്ചയും ബഹളം കേട്ട് ഞാൻ ചാടി എഴുന്നേറ്റപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു തീ കത്തുന്ന ഇത് കണ്ടു. പിന്നെ ഓടിയോ ഞങ്ങൾ കഥ തുറന്ന് നോക്കുമ്പോൾ ഓട്ടോ കത്തുവാണ്. കത്തി ഞങ്ങൾ ഉടനെ തന്നെ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ കുടുംബം രക്ഷപ്പെട്ടു. എല്ലായിരുന്നെങ്കിൽ എല്ലാവരും അതിനകത്ത് പെട്ടായിട്ട് എൻ്റെ പ്രസ്ഥാനത്തിനും വേണ്ടി എതിരായിട്ട് ചെയ്തിരിക്കുന്നതാണ്.
കുട്ടനാട് താലൂക്ക് പ്രചാരക് വീടിനുള്ളിൽ ഉറങ്ങുന്ന സമയത്ത് അതേ വീട്ടിലെ വാഹനം സാമൂഹിക വിരുദ്ധർ അഗ്നിക്കിരയാക്കിയ സംഭവം ഗൌരവത്തോടെയാണ് സംഘപരിവാർ സംഘടനകൾ കാണുന്നതെന്ന് RSS ജില്ലാ കാര്യകാരി സദസ്യൻ CN ജിനു പറഞ്ഞു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ താലൂക്ക് പ്രചാരക് അദ്ദേഹം ഈ വീട്ടിൽ താമസിക്കുന്ന രാത്രിയിൽ അദ്ദേഹത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈക്ക് ഉൾപ്പെടെ അഗ്നിക്കിരയാക്കുന്നു. ഇതിൽ വാസ്തവത്തിൽ വളരെ ഗൂഢമായ ആലോചനയും തന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപറ്റ സാമൂഹ്യ വിരുദ്ധരാണ് ഈ വിഷയം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. വ്യക്തമായി ആളെ അറിയില്ല. അതുകൊണ്ട് ആരുടെയെങ്കിലും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നു. പോലീസ് അധികാരികളുമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താം എന്ന് അവർ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ വന്നു സംസാരിച്ചു. പോലീസിന്റെ ഈ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. വാഹനം കത്തിക്കാൻ ഉപയോഗിച്ചതെന്ന് സംശയിക്കുന്ന പാതി കത്തിയ ന്യൂസ് പേപ്പറും സംഭവ സ്ഥലത്തു നിന്നും പോലീസ് കണ്ടെടുത്തു. രണ്ടാം കൃഷി നടത്തിയ കർഷകരിൽ നിന്നും സപ്ലൈകോ നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ PRS നൽകുമെന്ന് പാടി മാർക്കറ്റിംഗ് ഓഫീസർ AB സുരേഷ് കുമാർ മങ്കൊമ്പിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകാലങ്ങളിൽ നെല്ല് സംഭരിച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു PRS കർഷകർക്ക് നൽകിയിരുന്നത്. നെല്ല് സംഭരിക്കുന്ന സമയത്ത് തന്നെ PRS കർഷകർക്ക് ലഭിക്കുന്നത് വഴി അവരെ പറ്റിയുള്ള എല്ലാ വിവരവും സപ്ലൈകോയുടെ കയ്യിൽ വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുട്ടനാട് താലൂക്കില് ഈ രണ്ടാം കൃഷി സീസണിൽ 10,600 ശിഷ്ടം ഹെക്ടറിലാണ് നെൽകൃഷി ചെയ്തിട്ടുള്ളത്. 13,000-ൽ പരം ഫാർമേഴ്സ് രജിസ്റ്റർ ചെയ്ത് നെല്ല് സംഭരണത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വളരെ ഗംഭീരമായിട്ട് നടത്തി വരികയാണ്. ആദ്യമായിട്ട് നമ്മുടെ ചമ്പക്കുളം പഞ്ചായത്തിൽ ചിറക്കിപുറം പാടത്താണ് ഇന്ന് കാവേരി റൈസ് മില്ലാണ് ആദ്യമായിട്ട് ഉദ്ഘാടനം നടത്തിയത്. ഈ നെല്ല് സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കുറേ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് കർഷകർ വളരെ കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ളതാണ് നിർബന്ധമായിട്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ആ ക്വാളിറ്റി മീൻസ് ജലാംശം 14 തൊട്ട് 17% ഒരു കാരണവശാലും കൂടാതെ ശ്രദ്ധിക്കണം. കൂടാതെ അതിൻ്റെ കിളിച്ചത് അങ്ങനെ കേടായത് അതെല്ലാം കൂടെ 6%, ജൈവ അജൈവ വസ്തുക്കളുടെ അളവ് 1% കൂടുകയും ചെയ്യരുത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ല് സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഏറ്റവും പ്രശ്നം വരാൻ പോകുന്നത് കർഷകർ പാടശേഖര സമിതികളുമായിട്ട് ബന്ധപ്പെട്ടുന്ന കുറേ അവരുടെ കൊയ്ത്തുകൂലി, മറ്റ് പാടശേഖര സമിതികളുടെ ബാധ്യതകൾ ഇതെല്ലാം നമ്മുടെ സ്പോട്ട് PRS നൽകുന്നതോടനുബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ പാടശേഖര സമിതി സെക്രട്ടറിമാരും കർഷകരും അതിനകത്ത് സജീവമായിട്ട് സഹകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഏറ്റവും മുഖ്യമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ട് PRS നൽകുന്ന വഴി നമുക്ക് മുൻ വർഷങ്ങളിൽ ഒരു 20-30 ദിവസം വരെ ഡിലേ വരുന്നത് പരമാവധി 10 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് കൊടുക്കാനാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം അതിനെ നമ്മൾ കാനറ ബാങ്കിന് സ്പോട്ട് പേയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അവരുമായിട്ട് കാനറ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ താല്പര്യമുള്ള കർഷകരെ കാനറ ബാങ്കിനെ സമീപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ആനുകൂല്യങ്ങൾ ആനുകൂല്യം മീൻസ് ലോണ് പെട്ടെന്ന് അവൈൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ കർഷകർക്ക് ഓൺ ദ സ്പോട്ട് നമ്മൾ PRS മുൻ വർഷങ്ങളിൽ 4-5 ദിവസത്തിനുള്ളിൽ നൽകിക്കൊണ്ടിരുന്നത് അന്ന് തന്നെ PRS നൽകാനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ PRS നൽകുന്നതിന് മുമ്പായിട്ട് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞത് കർഷകരെ പാടശേഖര സമിതികളുടെ ബാധ്യതകളെല്ലാം തീർത്ത് ഈ സ്പോട്ട് PRS അടിയന്തരമായിട്ട് വാങ്ങിക്കുന്നതിന് ദാറ്റ് മീൻസ് ഇന്ന് നമ്മൾ നെല്ലെടുത്തു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം തന്നെ കർഷകർ PRS വാങ്ങിക്കണം എന്നുള്ളതാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കർഷകരോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അത് ഈ സംവിധാനം ഗംഭീരമായിട്ട് വിജയിപ്പിക്കണം എന്നുള്ളത്. കേരള കർഷക സംഘം ചങ്ങനാശ്ശേരി ഏരിയ കൺവെൻഷൻ ശനിയാഴ്ച നടന്നു. CPM ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന കൺവെൻഷൻ കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം AB വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മുമ്പ് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നപ്പോഴും ഒക്കെ ഉണ്ടായിരുന്ന ആത്മഹത്യയുടെ എണ്ണത്തെക്കുറിച്ച് നമുക്കറിയാം. LDFന്റെ ഗവൺമെന്റ് വന്നപ്പോൾ ആത്മഹത്യകൾ നിർത്തലാക്കുവാനും ഇനി കേരളത്തിന്റെ മണ്ണിൽ ആരംഭിക്കാതിരിക്കാനുള്ള നിലപാടുകളാണ് LDFന്റെ ഗവൺമെന്റ് എടുത്തതെങ്കിൽ അതിനുശേഷം ഇപ്പൊ UDFന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം കേരളത്തിൽ 80 പേർ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. കൃഷിക്കാർ 80 പേർ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. 80 പേർ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ആരെങ്കിലും തിരിഞ്ഞു നോക്കാനുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് നടപടിയെക്കുറിച്ചൊന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നില്ല. കേരളത്തിലെ കാർഷിക മേഖലയും ഗുരുതരമായ പ്രതിസന്ധി അഭിമുഖീകരിക്കുക. ഏത് കാർഷിക മേഖലയാണ്? നമുക്കറിയാം ഈ മധ്യമേഖല, കേരളത്തിന്റെ മലയോരം, അതുപോലെ മദ്യം, പിന്നെ താഴെ നമ്മളെ തീരദേശം. ഈ മധ്യമേഖല എന്ന് പറയുന്നത് റബ്ബറിന്റെ മേഖലയാണ്. റബ്ബറിന്റെ സ്ഥിതിയെക്കുറിച്ച് നമുക്ക് ആരോടെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണോ? കേരള കർഷക സംഘം ഏരിയ പ്രസിഡന്റ് C രാജശേഖരൻ അധ്യക്ഷനായി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം VR ഭാസ്കരൻ, അഡ്വക്കേറ്റ് ജോസഫ് ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു.
ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത സ്വച്ഛ ഭാരത് മിഷന്റെ ഭാഗമായി പെരുന്ന NSS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. തുടർന്ന് നഗര ശുചീകരണത്തിന്റെ ഭാഗമായി ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരവും ബസ്സുകളും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വൃത്തിയാക്കി. NSS പെരുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ R. ഹരീന്ദ്രനാഥൻ നായർ, KSRTC ATO AB ശശികുമാർ, കൺട്രോളിംഗ് ഓഫീസർ ജെയിംസ് കോയിപ്പള്ളി, രാധാകൃഷ്ണൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹാത്മാഗാന്ധിയുടെ 180ാം ജന്മജയന്തിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത ഭാരത് സ്വച്ഛ ക്ലീനിംഗ് പദ്ധതി പ്രകാരം ഇന്ന് വരുന്ന NSS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ നഗര ശുചീകരണത്തിന്റെ ഭാഗമായി ചങ്ങനാശ്ശേരി KSRTC ബസ് സ്റ്റാൻഡും ബസ്സുകളും പരിസരവും വൃത്തിയാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സ്കൂളിൽ ഒക്ടോബർ 2-ാം തീയതി തന്നെ പ്രത്യേക അസംബ്ലിയിൽ കുട്ടികളുടെ ശുചീകരണ പ്രതിജ്ഞ ചൊല്ലുകയും സ്കൂളും പരിസരമൊക്കെ വൃത്തിയാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം നഗര ശുചീകരണത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത്. കന്നുകാലി വളർത്തലിന് അപേക്ഷ ക്ഷണിച്ചു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള മൃഗാശുപത്രിയാണ് കന്നുകാലി വളർത്തലിനും ബയോവേസ്റ്റ് പിറ്റ്, അസോള കൃഷി എന്നിവയ്ക്കായി അപേക്ഷ ക്ഷണിച്ചത്. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും മൃഗാശുപത്രിയിൽ നിന്നും ലഭിക്കും. ഈ മാസം 25-നാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ചമ്പക്കുളം മിൽമ ജംഗ്ഷൻ മുതൽ വൈശ്യം ഭാഗം വരെയുള്ള റോഡിന് ശാപമോക്ഷമില്ല. നിരവധി വർഷങ്ങളായി റോഡിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കാത്ത നിലയിൽ തകർന്ന് കിടക്കുകയാണ്. 4 കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന റോഡാണ് കുളങ്ങളേക്കാൾ കഷ്ടത്തിലായി കിടക്കുന്നത്. നാട്ടുകാർ പരാതികളും നിവേദനങ്ങളും നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ MLA ഫണ്ടിൽ നിന്നും റോഡിന്റെ വർക്കിനായി 45 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഈ തുക അനുവദിച്ച് 1.5 വർഷം പിന്നിട്ടിട്ടും റോഡിന്റെ പണി ആരംഭിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഈ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയേറെ ദയനീയ അവസ്ഥയാണ്. ഞാനൊരു സാധാരണ വ്യക്തിയാണ്, നെല്ലൂർ വില്ലേജിലെ ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൽ ഇത്രയധികം അതപ്പതിച്ചത് ഒരു 10-25 വർഷത്തിനോടിടയ്ക്ക് ഇത്രയധികം അതപ്പതിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. നേരത്തെയൊക്കെ ആയിരുന്നു ഞങ്ങൾ വള്ളത്തിലെങ്കിലും പോകാമായിരുന്നു. ഇപ്പോൾ വള്ളത്തിലും പോകാൻ പാടില്ല, നിറച്ച് പോളയാണ്. ഒരു രോഗി ഉണ്ടെങ്കിൽ അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നവരെ സ്ട്രെച്ചറെ കയറ്റി കൊണ്ടുപോകേണ്ട ഒരു രീതിയിലാണ്.
അപ്പം ഒരു സാധാരണക്കാരൻ നിലയിൽ എനിക്ക് ഇതിന്റെ സാങ്കേതികം എങ്ങനെയാണെന്നറിയില്ല, ആരനുവദിച്ചു, അതിനെന്താണ് ഉണ്ടാകാത്തത്. പക്ഷെ യഥാർത്ഥ സ്ഥിതി പറഞ്ഞാൽ വളരെ ഹോപ്പ്ലെസ് ആയിട്ടുള്ളതാണ്. പഞ്ചായത്തുകാരോട് ചോദിക്കുമ്പോൾ അത് കുട്ടനാട് പാക്കേജിന്റെ കീഴിലുള്ളതാണ്. ഇപ്പം ഞങ്ങൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. സർക്കാരിന് കാശ് കൊടുക്കുന്നുണ്ട്, ടാക്സ് കൊടുക്കേണ്ടവന് എന്നൊക്കെ കൂടുതൽ കൊടുക്കുന്നവനുണ്ട്, പിന്നെ വീട്ടുകാരൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. ഏതായാലും ഈ ഒരു ദയനീയ സ്ഥിതി എന്ന് പറഞ്ഞാൽ മഹാകഷ്ടമാണ്. ചെമ്പമ്പുറം ആശുപത്രി, പുളിക്കക്കാവ് ക്ഷേത്രം വഴി ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ എത്തിപ്പെടുവാനുള്ള എളുപ്പമാർഗമാണ് ഈ റോഡ്. ചമ്പക്കുളം, ചെമ്പമ്പുറം, വൈശ്യംഭാഗം പ്രദേശത്തെ വിവിധ വിദ്യാലയങ്ങളിലേക്കുള്ള കുട്ടികൾ യാത്ര ചെയ്യുന്ന പ്രധാന റോഡാണിത്. ചമ്പക്കുളം വൈശ്യംഭാഗം റോഡിലൂടെ വാഹനമോടിക്കാൻ ഭയമാണെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞു. ഈ റോഡെന്ന് പറയുന്നത് 2005 ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഒരു രീതിയിലും മെയിൻ്റെനൻസ് വർക്കുകളോ മറ്റു കാര്യങ്ങളോ ചെയ്തിട്ടില്ല. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ വാഹനങ്ങൾ ഓടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 1-2 ദിവസം ഈ റോഡിലൂടെ ഒന്ന് യാത്ര ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒന്നുകിൽ ആശുപത്രി, അല്ലാന്നുണ്ടെങ്കിൽ വാഹനമായിട്ട് വർക്ക്ഷോപ്പ്, ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തുന്നത്. പിന്നീട് വന്നിട്ടുള്ള പല ഭരണകർത്താക്കൾ വന്നിട്ടും, പഞ്ചായത്തിന്റെ ഭരണം മാറി മാറി വന്നിട്ടും ഈ റോഡിനെ ഒന്ന് മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട് ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പൈപ്പ് ലൈൻ പൊട്ടി ഒഴുകുകയും അതിലൂടെ ഭാരമുള്ള വാഹനങ്ങൾ കയറി പോവുകയും അങ്ങനെ കുഴിയുണ്ടാകുകയും ചെയ്യുന്നത്. പിന്നീട് അതിനെ ഒന്ന് നികത്തുവാനോ ഒരു പൈപ്പ് ലൈൻ പൊട്ടിയാൽ പോലും അതൊന്ന് ക്ലിയർ ചെയ്യാനോ തയ്യാറാവുന്നില്ല. അത്തരം കാരണങ്ങളാൽ പിന്നീട് വരുന്ന കാലഘട്ടങ്ങളിൽ അതിലൂടെ വണ്ടികൾ ഓടുകയും ആ റോഡ് വലിയൊരു കുളമായി മാറുകയും ചെയ്യുന്നത്. ഈ ഒരു അവസ്ഥ മാറാൻ വേണ്ടി പല രീതിയിലും പലരോടും പ്രഷർ ചെയ്തിട്ടും ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. MLA ഫണ്ടിൽ നിന്ന് പണം പാസ്സായി എന്നറിയുന്നു, പക്ഷേ അതിനു വേണ്ടിയിട്ട് അന്വേഷിക്കുകയും അതിന്റെ പുറകെ നടക്കുകയൊക്കെ ചെയ്തിട്ടും അത് അനുഭവിക്കാനുള്ള യോഗം നമ്മുടെ നാട്ടുകാർക്കും ഇല്ല, നമുക്കുമില്ല, ആർക്കുമില്ല. ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. തൃക്കുന്നപ്പുഴ പാനൂരിലാണ് വെള്ളിയാഴ്ച രാത്രി ശക്തമായ ചുഴലിക്കാറ്റടിച്ചത്. 1.5 കിലോമീറ്റർ ചുറ്റളവിലുണ്ടായ ചുഴലിക്കാറ്റിൽ നിരവധി വീടുകൾ തകർന്നു. ശക്തമായ കാറ്റിൽ 20 വീടുകൾ പൂർണ്ണമായി നശിച്ചു. 100ഓളം വീടുകൾക്ക് ഭാഗിക നാശനഷ്ടമുണ്ടായി. ചെറുതും വലുതുമായ നിരവധി വൃക്ഷങ്ങൾ കടപുഴകി വീണു. വൻശബ്ദത്തോടെ വീശിയടിച്ച കൊടുങ്കാറ്റ് എത്തും മുമ്പേ പ്രദേശവാസികൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറിയതിനാൽ ആളപകടം ഉണ്ടായിട്ടില്ല. 7ഓളം പേർക്ക് നിസ്സാര പരിക്കുകളുണ്ട്. ഇന്നലെ രാത്രി 1 മണിയായപ്പോഴാണ് ഇടി മഴയായപ്പോ പൊക്കിയെടുത്ത് എറിഞ്ഞ് പടപടാന്ന് ശബ്ദം കേട്ട് ജനലിന്റെ അടികളിലുണ്ട്. നോക്കുമ്പോ പൊക്കിയെടുത്ത് മറിക്കുന്നതായിട്ടാ കാണുന്ന, ഭൂമിയിൽ കാണുന്നത്. പേടിച്ചെല്ലാം കൂടെ മുറിക്കാത്തുന്നു. വെളിയിലിറങ്ങി എല്ലാരും കൂടെ അടക്കം പിടിച്ച് മക്കളെ ചാകാൻ പോവുക. എല്ലാവർക്കും കൂടെ ഒന്നും ചാകാന്നല്ല ഒന്നും അറിയാൻ വയ്യ. അങ്ങനെ ഈ സംഭവം രാത്രി 1 മണിയായപ്പോ ഉണ്ടാകുന്നത്. ഒരു നിവൃത്തിയില്ല. എനിക്കെന്റെ ഭർത്താവില്ല, എനിക്കൊരു കുഞ്ഞുങ്ങളില്ല, എനിക്ക് ആരുമില്ല. ഞാനൊരു കാലോപ്പറേഷൻ ചെയ്ത് 2 കാലം വയ്യാത്ത രോഗിയാണ് ഞാൻ. 2 വർഷമായി ഞാൻ പേരെടുക്കാൻ വയ്യാതിരിക്കും. വൈദ്യുത പോസ്റ്റുകൾ കടപുഴകുകയും 10ഓളം വൈദ്യുതി പോസ്റ്റുകൾ ഒടിയുകയും ചെയ്തു. വൈദ്യുത ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. തോട്ടപ്പള്ളി തൃക്കുന്നപ്പുഴ സംസ്ഥാന പാതയില് പുത്തമ്പരയ്ക്കൻ ജംഗ്ഷനിലും പടിഞ്ഞാറ് വശത്തും ജംഗ്ഷനിലും അതിന് കിഴക്ക് വശത്തും KV ജെട്ടി ഭാഗത്തും ഇന്നലെ രാത്രി 1:30 അതിശക്തമായ ചുഴലിക്കാറ്റ് വീശി അതിഭീകരമായ നഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 20ഓളം വീടുകൾ പൂർണ്ണമായി നാശനഷ്ടമുണ്ടായി. ഈ വീടുകളുടെ മുകളിലേക്ക് വൻ മരങ്ങൾ കടപുഴകി വീണു. 100ഓളം വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണ് ഭാഗികമായ നാശനഷ്ടം. 20 വീടുകൾ പൂർണ്ണമായും 100 വീടുകൾ ഭാഗികമായി നാശം. 100ഓളം വൻ മരങ്ങളും തെങ്ങുകളും മറ്റു വൃക്ഷങ്ങളും ഇവിടെ കടപുഴകി വീണിരിക്കുകയാണ്. അതെല്ലാം ചുഴലിക്കാറ്റിൽ ചുഴറ്റിയെടുത്ത് നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 15ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ പറഞ്ഞുകൊണ്ടുണ്ട്. ഈ ഒരു ടവർ അടക്കം ചരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ പഞ്ചായത്തിന്റെ ഈ ഭാഗം നിൽക്കുന്നത്. കരിയർ ഗൈഡൻസിന് സമാപനമായി. മുട്ടാറിലെ വിദ്യാർത്ഥികൾക്കായി കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്നു വന്ന ക്യാമ്പിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സമാപന ദിവസമായ ശനിയാഴ്ച രക്ഷിതാക്കളും വിദ്യാർത്ഥികളോടൊപ്പം എത്തിയിരുന്നു. കരിയർ ഗൈഡൻസ് വിദഗ്ധനും പ്രൊഫസറുമായ CF ജോസഫാണ് മുട്ടാറിലെ വിദ്യാർത്ഥികൾക്കായി ക്ലാസ് സംഘടിപ്പിച്ചത്. കുട്ടികളുടെ സർഗശേഷി കണ്ടെത്തി അവർക്ക് അവരുടെ വഴി കാട്ടിക്കൊടുക്കുക എന്നതാണ് ക്ലാസിന്റെ ലക്ഷ്യം. ബുദ്ധി കൊണ്ടോ കായികക്ഷമത കൊണ്ടോ അധ്വാനിക്കാതെ ഒന്നും ഒരിടത്തും വെറുതെ കിട്ടില്ല. പൊല്യൂഷന്റെ അളവ് ഇനിയും അധികരിച്ചാൽ വായുവിന് പോലും നമ്മൾ ടാക്സ് നൽകേണ്ടി വരും. മാറുന്ന കാലത്തിനനുസരിച്ച് കുട്ടികൾക്കാവശ്യമായ ഗൈഡൻസ് നൽകുക എന്നാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ധർമ്മമെന്നും പ്രൊഫസർ CF ജോസഫ് പറഞ്ഞു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ ഒരു കറക്റ്റ് പ്രൊഫഷനിലേക്ക് ഗൈഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്ന് എൻ്റെ ആശയങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു ആഗ്രഹം മാത്രം. നമ്മുടെ ജീവിതത്തിൽ അധ്വാനിക്കാതെ, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടോ ശരീരം കൊണ്ടോ അധ്വാനിക്കാതെ ഒരിക്കലും ഒരു ഇൻകം അല്ലെങ്കിൽ വെൽത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല.
എല്ലാവർക്കും അവരവരുടേതായ ഒരു ഇൻകം ഉണ്ടാകണം. കാരണം ഏത് കാര്യത്തിനും ചെലവുണ്ട്. there is no free lunch. അമേരിക്കയിലെ ഒരു എക്സ്പ്രഷനാണ്, there is no free lunch anywhere in the world. ഒരിടത്തും ഫ്രീ ആയിട്ട് ഒന്നും കിട്ടുന്നില്ല. ഇപ്പൊ തൽക്കാലം ശ്വാസം വലിക്കാനുള്ള എയർ ഫ്രീ ആയിട്ട് നമുക്കുണ്ട്. കുറെ നാൾ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പൊല്യൂഷൻ ലെവൽ കണ്ടിന്യൂ ചെയ്താൽ ഒരു പക്ഷേ ഓക്സിജൻ ടാങ്ക് നമ്മളൊക്കെ ക്യാരി ചെയ്ത് ബ്രീത്തിങ്ങിന് പോലും ചെയ്യേണ്ട ഒരു കാലം വരുമെന്ന് സംശയമില്ലാതെ. കരിയർ പ്ലാനിങ്, കുഞ്ഞുങ്ങളുടെ കഴിവും താല്പര്യവും വ്യക്തിത്വവും ഒരുപോലെ കൺസിഡർ ചെയ്തിട്ട് വേണം കരിയർ പ്ലാനിങ് ചെയ്യാനായിട്ട്. തുടർന്ന് വിദ്യാർത്ഥികളുടെ പ്രസംഗവും രക്ഷിതാക്കൾ ക്യാമ്പിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പങ്കുവച്ചു. ഗാന്ധിയൻ ആദർശങ്ങൾ മാതൃകയാക്കുവാൻ ലോകരാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ ഇന്ത്യയിൽ അദ്ദേഹത്തെ വിമർശിച്ച് കൈയ്യടി നേടുവാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് മുൻ MP PT തോമസ്. ഗാന്ധിയൻ ആദർശങ്ങളെ ഹൃദയത്തിലേറ്റിയ ജനതയുടെ മനസ്സിൽ വർഗീയ ചിന്തകൾ കടത്തിവിടുകയാണ്. രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നവർ തന്നെ അക്രമങ്ങൾക്ക് കരുത്തു പകരുന്നത് ഏറെ അപകടകരമായ വസ്തുതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂത്ത് കോൺഗ്രസ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സജി ജോസഫിന്റെ നേതൃത്വത്തിൽ അക്രമ രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കും ലഹരി വിപത്തിനുമെതിരെ സംഘടിപ്പിച്ച ഗാന്ധിയം ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് മനുഷ്യകുലമുള്ള എല്ലാ മേഖലകളിലും അനുസ്മരിക്കപ്പെടുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ലോക സമാധാന ദൂതനെന്ന വിശേഷം മഹാത്മജിക്ക് ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഏൽപ്പിച്ചു കൊടുത്തിട്ട് 3-4 വർഷങ്ങളായി എന്ന് നിങ്ങൾക്കറിയാം. ലോകം കണ്ട ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും പ്രമുഖനായ ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹം രേഖപ്പെടുത്തിയത് ആറ്റൻ ബറോ തന്റെ സിനിമയിലൂടെ വീണ്ടും ആവർത്തിക്കുകയുണ്ടായി. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, വരാൻ പോകുന്ന നിരവധി കാലഘട്ടങ്ങളിൽ രക്തവും മാംസവുമുള്ള ഇതുപോലൊരു വ്യക്തിത്വം ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് വരും തലമുറകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്ര ഔന്നത്യമുള്ള അനന്യ. സജി ജോസഫ് അധ്യക്ഷനായ യോഗത്തിൽ KP ശ്രീകുമാർ, G രതികുമാർ, അബ്ദുൽ സലാം മൗലവി, സാദിഖ്, കറ്റാനം ഷാജി, AB കുര്യാക്കോസ്, ബിബിൻ, ഷാജി നൂറനാട്, ദിലീപ് പെരുങ്കളം, സുധീർ ശാസ്താംകോട്ട, അനിതകുമാരി എന്നിവർ സംസാരിച്ചു. രാവിലെ 10-ന് ആരംഭിച്ച് വൈകിട്ട് 7-ന് അവസാനിച്ച ഉപവാസത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് MP സജി ജോസഫിന് നാരങ്ങാനീര് നൽകി. ഓട്ടോ ടാക്സി നിരക്കിലെ അപാകത പരിഹരിക്കണമെന്ന് കേരള ഓട്ടോ ടാക്സി വർക്കേഴ്സ് അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിരക്ക് പുനർനിർണയിക്കാൻ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ടിൽ തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന നിരവധി ആനുകൂല്യങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ്. കാലോചിതവും ശാസ്ത്രീയവുമായ സർവീസ് നടത്താൻ തൊഴിലാളി സംഘടനകൾ നൽകിയ നിർദ്ദേശങ്ങൾ പരിഗണിക്കാതെ വികലമായ റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. ഇക്കാര്യം സമഗ്രമായി പരിശോധിക്കണം. ഓട്ടോയുടെ മിനിമം നിരക്ക് 20 രൂപയാക്കുമ്പോൾ ദൂരം കൂട്ടിയ നടപടി പിൻവലിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. പിതൃവേദി എടത്വ സെൻട്രൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങല തീർത്തു. ആലപ്പുഴ ജില്ലാ കളക്ടർ N പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ മതസ്ഥാപനങ്ങൾ വർഷങ്ങളായിരിക്കുന്നു, ഇപ്പോൾ 10-20 വർഷമായി ഇതിനുവേണ്ടി മുൻപോട്ട് വന്നിട്ടും പോലും ഇതിൻ്റെ ഉപയോഗം തടയാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരോടുള്ള അഭ്യർത്ഥന, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, ഇപ്പോഴത്തെ കാലത്തിലുള്ള കുട്ടികളെന്ന് പറയുന്നത് പഴയ അണുകുടുംബങ്ങൾ മാറി ആ അണുകുടുംബങ്ങളായി പഴയ കൂട്ടുകുടുംബം പോയതോടുകൂടിയാണെന്ന പല സ്റ്റഡികളിലും പറയുന്നത്. ഇപ്പോഴത്തെ ഇതിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇക്കാലത്തുള്ള ഇപ്പോഴത്തെ മോഡേൺ ഏജിലുള്ള ഫേസ്ബുക്കും അങ്ങനെയുള്ള ഇൻ്റർനെറ്റ് വഴിയുമുള്ളതൊക്കെ പലതിനെ പറ്റിയുള്ള ജ്ഞാനം കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്കെല്ലാം അറിയാവുന്നതിനേക്കാളും കൂടുതൽ പണ്ടത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഒരു വിജ്ഞാനം കിട്ടുകയില്ലായിരുന്നു. അപ്പോൾ വളരെ വളരെ ചെറിയ തോതിലുള്ള അറിവ് വെച്ചിട്ടാണ് അന്നത്തെ കുട്ടികൾ. പക്ഷെ ഇപ്പം ഇന്നത്തെ കാലത്ത് അതല്ല. നമ്മൾക്കൊക്കെ അറിയാവുന്നതിന് 5-10 വയസ്സായ കുട്ടികൾക്ക് ഈ ഡ്രഗ്സിനെ പറ്റിയും ഈ ഓരോ സ്ഥലത്തുമുള്ള അതിൻ്റെ അവൈലബിലിറ്റിയെ പറ്റിയും എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ആണെന്നുള്ളതിനെ പറ്റിയൊക്കെ വിശ്വസിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള ജ്ഞാനമാണ് ഇപ്പോഴത്തെ. വർദ്ധിച്ചു വരുന്ന മദ്യാസക്തിക്കും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനുമെതിരെയാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. എടത്വ പള്ളി വികാരി ജോൺ മണക്കുന്നേൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ആരോഗ്യത്തെയും ചിന്തിക്കാനുള്ള ബുദ്ധിയെയും നശിപ്പിക്കുകയും സാമ്പത്തിക
സാമ്പത്തിക തകർച്ചയിലേക്ക് കുടുംബങ്ങളെ വീഴിക്കുകയും ചെയ്യുന്ന തലമുറകളെ തിന്മയിലേക്കും ധാർമ്മിക തകർച്ചയിലേക്കും നയിക്കുന്ന ലഹരി ഉപയോഗിക്കുകയില്ലെന്നും എല്ലാ ശക്തിയെയും ഞങ്ങൾ ഇന്നു മുതൽ നിരാകരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കുന്നു. ലഹരി വസ്തുക്കൾ നിർമ്മിക്കുകയും എല്ലാ ശക്തി. ഫാദർ തോമസ് കൊച്ചുകളം, ഫാദർ സോജൻ സെബാസ്റ്റ്യൻ, റാംസെ ജേറ്റി, സിൽബി മാത്യു, സാലിമ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. തെക്കേക്കര 840 നമ്പർ നാട്ടായം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച NSS ശതവാർഷിക ആചരണവും കുടുംബസംഗമവും നടക്കും. ചടങ്ങിൽ സ്കോളർഷിപ്പ് എൻഡോമെന്റ് വിതരണവും മുതിർന്ന കരയോഗ അംഗങ്ങളെ ആദരിക്കൽ ചടങ്ങും നടക്കും. ADGP സന്ധ്യ IPS മുഖ്യാതിഥിയായിരിക്കും. നെടുമുടി ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് ADSന്റെ 16ാമത് വാർഷികവും ഐക്യസന്ദേശ റാലിയും ഞായറാഴ്ച നടക്കും. വൈശ്യംഭാഗം BBM ഹൈസ്കൂളിൽ നടക്കുന്ന പരിപാടി നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രത്നമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. ഇനി ചരമവാർത്തകൾ. മുട്ടാർ ചീരമ്മേലിൽ തോമസ് P. ജോർജ് നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 2:30 മുട്ടാർ പഴയപള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചമ്പക്കുളം ഗ്രാമം കൈകോർക്കുന്നു 3 ജീവനുകൾക്കായി. ചമ്പക്കുളം ജീവൻ രക്ഷാസമിതിയുടെ ധനസമാഹരണം ഞായറാഴ്ച രാവിലെ 9 മുതൽ. ലക്ഷ്യം 15 ലക്ഷത്തോളം രൂപ. പരാക്രമം വാഹനങ്ങളോടും. RSS നേതാക്കളുടെ വാഹനങ്ങൾ അഗ്നിക്കിരയാക്കിയതിൽ വ്യാപക പ്രതിഷേധം. പാടത്ത് പണിക്ക് വരമ്പത്ത് കൂലി. നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ കർഷകർക്ക് PRS നൽകുമെന്ന് പാടി മാർക്കറ്റിംഗ് ഓഫീസർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.